മറ്റൊരു പ്രധാനപ്പെട്ട കോടതി വാർത്തയിലേക്കാണ് ഇനി. തിരുവനന്തപുരം വഞ്ചിയൂരിൽ ഗതാഗതം തടസ്സപ്പെടുത്തി CPM ഏരിയ സമ്മേളനം നടത്തിയ കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ കൂടുതൽ സമയം തേടിയിരുന്നു. പോലീസ് നടപടികൾ വിശദീകരിക്കാൻ വഞ്ചിയൂർ SHOയും ഇന്ന് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകും. ആരെല്ലാമാണ് പ്രതികളെന്ന് ഇന്ന് അറിയിക്കണമെന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. ആജ്ഞ, കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ചപ്പോൾ അതിരൂക്ഷമായ വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇന്ന് എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? അശ്വതി, എന്നതിന്റെ തുടർ നടപടികളാണ്. ആരൊക്കെയാണ് പ്രതികൾ എന്നുള്ള കാര്യം വ്യക്തമാക്കണമെന്നാണ് വഞ്ചിയൂർ SHOയോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. വഞ്ചിയൂരിൽ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള CPM ഏരിയ സമ്മേളനം നടത്തിയതിനെതിരെയാണ് കോടതി രൂക്ഷമായി രംഗത്തെത്തിയിരിക്കുന്നത്. കോടതി അലക്ഷ്യമാണ്, അതല്ലെങ്കിൽ കോടതി അലക്ഷ്യത്തിന് പരിധിയിൽ വരുമെന്ന് തന്നെയാണ് വഞ്ചിയൂർ CI ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകണം. കോടതി അലക്ഷ്യത്തിന് പരിധിയിൽ വരുമെന്ന് തന്നെയാണ് ഈ കാര്യവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി നൽകിയിരിക്കുന്ന സൂചന. മുൻ ഉത്തരവുകൾക്ക് വിരുദ്ധമായ നടപടിയാണ് ഉണ്ടായതെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതുപോലെ വഞ്ചിയൂരിൽ ഈ റോഡ് അടച്ച് യോഗം നടത്തിയ കേസ് എടുത്തോ എന്ന് കോടതി ചോദിച്ചിട്ടുണ്ട്. പക്ഷെ കേസ് എടുത്ത അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരം ഒരു ഗതാഗത തടസ്സം ഉണ്ടാക്കിയത് അത് ഈ പറയുന്നത് പോലെ കേസിന്റെ പരിധിയിൽ വരുത്തുന്ന ഒരു കാര്യം പോലീസ് കൂടി ആലോചിച്ചോ എന്നുള്ള കാര്യവും കോടതി ഇക്കാര്യം ചോദിച്ചപ്പോഴാണോ അതിനെപ്പറ്റി ആലോചിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരുപക്ഷെ കോടതി ഇക്കാര്യത്തിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അത് അങ്ങനെ തന്നെ പോകുമായിരുന്നു എന്നൊരു സാഹചര്യം കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വഞ്ചിയൂർ CIയോട് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകാൻ പറഞ്ഞിരിക്കുന്നത്. വഞ്ചിയൂർ CI ഇന്ന് നേരിട്ട് കോടതിയിൽ ഹാജരാക്കണം. അതുപോലെ വഴി അടച്ചുള്ള പൊതുയോഗങ്ങളിൽ സർക്കാർ സ്വീകരിച്ച നടപടി എന്താണെന്നും ഇന്ന് കോടതി അറിയിക്കണം എന്നാണ് മനസ്സിലാക്കുന്നത്. പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയുള്ള യോഗങ്ങൾ വിലക്കിയിട്ടുള്ള ഉത്തരവ് ലംഘിച്ചെന്നാണ് അതുമായി ബന്ധപ്പെട്ട ഹർജി കോടതിയിലെത്തിയ ഹർജിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, സംസ്ഥാന പോലീസ് മേധാവി, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവരാണ് ഈ കേസിലെ എതിർ കക്ഷികൾ. ശരി.